അല്ലെ പി ടി പ്രസിഡന്റ് വരട്ടെ. അതാണ് പ്രശ്നം. ഒരു 10-5 പേര് വന്നിട്ട് എന്താണ് ജോഷി, ഒരു 5-8 പേര് വന്നിട്ട് സ്കൂളിന്റെ സമാധാനം ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥലമാണേ. പിന്നെ അവരെ താരം നൽകി സ്വീകരിച്ച് അകത്ത് കയറ്റി ഇരുത്തി ലഡുവും കൊടുത്ത് വഴിയിൽ നിന്ന് സംസാരിക്കേണ്ട കാര്യമില്ല. ഓഫീസ് കൃത്യമായിട്ട് അറിയാമല്ലോ. ഓഫീസ് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളല്ലേ ഈ വന്നിരിക്കുന്നത്. രക്ഷകർത്താവ് ഓഫീസിലേക്ക് വന്ന് ഫീസ് അടയ്ക്കുകയും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് രക്ഷകർത്താവിന് നല്ല ബോധ്യമുണ്ടല്ലോ. പിന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി എന്നൊക്കെ പറയുന്നത് റെപ്യൂട്ടഡ് സ്കൂളിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതല്ലേ. ഇതാണ് ശ്രീജിത്ത്. ഈ തരത്തിലാണ് ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി എന്തൊക്കെ ധരിപ്പിക്കുന്നു, മറ്റെന്തോ ധരിക്കുന്നു, കുട്ടിയെ പുറത്താക്കിയെന്ന് റിപ്പോർട്ട് കൊടുക്കുന്നു. ഇത് എന്തൊരു സിസ്റ്റമാണെന്നാണ് മനസ്സിലാവുന്നത്. മന്ത്രി ധരിപ്പിച്ചിട്ടല്ല രഞ്ജിത്തെ നമ്മൾ എന്നോടുള്ള ചോദ്യം ഞാൻ അങ്ങ് പറഞ്ഞപ്പോ വഴങ്ങിയതാണ്. രഞ്ജിത്തിന്റെ എന്റെ മകള് ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ സ്കൂളിന്റെ സിസ്റ്റം എന്താണോ അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകും. അതിനുശേഷം ആ സിസ്റ്റം തകർക്കാൻ ശ്രമിക്കും. ആ സിസ്റ്റത്തിൽ മുന്നോട്ട് പോയിട്ടും ആ കുട്ടി ആ തരത്തിൽ കൈകാര്യം ചെയ്യാൻ ഞാൻ ചോദ്യം ചെയ്യും. അത് സ്വാഭാവികമാണ്. രഞ്ജിത്തെ ഇതിലൊരു പ്രശ്നം, നമ്മുടെ ഈ ചർച്ചയിലുള്ള SDPയുടെ സുഹൃത്ത് ഉൾപ്പെടെയുള്ള പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് സ്കൂളിൽ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ മതം പ്രദർശിപ്പിക്കാനാണ് എന്നാണ്. അല്ല, വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. സ്കൂളിന്റെ ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് അവരൊരു ഡ്രസ് കോഡ് കൊണ്ടുവരും. ആ ഡ്രസ് കോഡിനെ അനുസരിക്കുക എന്നുള്ളതാണ്. അതായത് ബൈൻഡിംഗ് ആണ്. ഒരു സെക്കൻഡ് അങ്ങ് പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ പാർട്ടി അങ്ങനെ പറഞ്ഞോ നല്ലല്ലോ ഞാൻ പറഞ്ഞത്. നിങ്ങളെയാ പറഞ്ഞത്, നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി നിങ്ങളുടെ പേരാ SDPക്കാരെന്നല്ല പറഞ്ഞേ. ഈ ചർച്ചയിലുള്ള SDPI സുഹൃത്തെന്നാണ് അങ്ങയുടെ അവസരത്തിൽ മറുപടി പറയാമല്ലോ. ഇപ്പൊ മിണ്ടാതിരിക്കൂ, ഞാൻ പറയട്ടെ. നോക്കൂ, ഞാൻ പറയുന്നത് സ്കൂളിൽ നിങ്ങൾ പോകുന്നത് വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ പറയുന്നത് എന്താ, ആ കുട്ടി പുറത്ത് നിന്ന് വെയിലത്ത് നിൽക്കേണ്ടി വന്നു. എന്തിനാ കുട്ടി സ്കൂളിൽ പോയേ? ആ കുട്ടി സ്കൂളിൽ പോയത് വിദ്യാഭ്യാസം നേടാനാണെങ്കിൽ അവിടുത്തെ ഡ്രസ് കോഡ് കംപ്ലൈ ചെയ്യണം. എങ്കിൽ ആ ഹിജാബ് മാറ്റി വെച്ചിട്ട് ആ കുട്ടി മുമ്പ് എങ്ങനെയായിരുന്നോ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നത് അതേപോലെ ഇരിക്കണം. ആ സ്കൂളിന്റെ ചട്ടങ്ങളുണ്ട്, എല്ലാവർക്കും ബാധകമാണ്. അതിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? സ്റ്റുഡൻസ് നോട്ട് വെയറിംഗ് ദ പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം ആർ നോട്ട് അലൗഡ് ഇൻ ദ ക്ലാസ് റൂംസ് ഓർ ഇൻ ദ സ്കൂൾ പ്രിമിസസ് ഓൺ റെഗുലർ വർക്കിംഗ് ഡേയ്സ് എക്സെപ്റ്റ് ഓൺ ദെയർ ബർത്ത്ഡേസ്. ഈ ബർത്ത്ഡേക്ക് മാത്രമേ ഉള്ളൂ ഇവർക്ക് എക്സംഷൻ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവർ യൂണിഫോം ധരിച്ചിട്ടില്ല എങ്കിൽ സ്കൂൾ പ്രിമൈസസിൽ, അതിന്റെ കോമ്പൗണ്ടിലോ ക്ലാസ് മുറികളിലോ ഇരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നതെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കുക. നിങ്ങൾ മതം പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ മതവസ്ത്രം ധരിച്ചുകൊണ്ട് പോയി ക്ലാസ്സിന് വെളിയിൽ നിൽക്കുക. അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നേ. അങ്ങനെ ഹെക്കിൾ ചെയ്യാൻ കഴിയില്ല. ഒരു മാനേജ്മെന്റിനുമുള്ള റൈറ്റിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഷൗട്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സാധനവും നേടാനായിട്ട് കഴിയില്ല. അത് ഈ നാട്ടിലെ ലോ ഓഫ് ദ ലാൻഡ് ആണ്. SDPIക്ക് അറിയാമല്ലോ ഈ നാട്ടിൽ ഹൈക്കോടതി വിധിയുണ്ടെന്ന്. നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടാണോ? ആ ഹൈക്കോടതി വിധി 7 വർഷമായിട്ട് ഫൈനാലിറ്റി അച്ചീവ് ചെയ്തിട്ട് നിലനിൽക്കുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനെ ആരും ചലഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നിട്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്? ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഭരണഘടന, നിങ്ങൾ ഈ പറഞ്ഞ ഭരണഘടനയിൽ 25, 26 മതസ്വാതന്ത്ര്യം കൊണ്ട് ഈ ഭരണഘടന അങ്ങ് തീർന്നു പോയോ? ഭരണഘടനയുടെ പേജ് 26ാമത്തെ ആർട്ടിക്കിൾ കഴിഞ്ഞപ്പോൾ തീർന്നു പോയോ? അത് കഴിഞ്ഞിട്ട് 30ാമത്തെ ആർട്ടിക്കിൾ ഉണ്ട്. ആ 30ാമത്തെ ആർട്ടിക്കിളിലാണ് ഈ കാര്യം തീരുമാനിക്കാനായിട്ട് ഒരു മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ എംപവർ ചെയ്തിരിക്കുന്നത്.